നമസ്തേ. രാജ്യത്തിലെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് അന്തർദേശീയ തലത്തിലുള്ള കൈകടത്തലുകൾ സംശയിക്കപ്പെട്ടു തുടങ്ങിയിട്ട് ഏതാണ്ട് 5 വർഷത്തോളം ആകുകയാണ്. അമേരിക്കയിൽ വേരുകളുള്ള പല അന്തർദേശീയ സംഘടനകളും അവരുടെ താല്പര്യമനുസരിച്ച് ഹിഡൻ അജണ്ടകളിലൂടെ വിവിധ രാജ്യങ്ങളിൽ ഭരണ അസ്ഥിരത ഉണ്ടാക്കുവാനും അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുവാനും പദ്ധതികൾ ഒരുക്കാറുണ്ട്. ബംഗ്ലാദേശിൽ അടുത്തിടെ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടന്ന അട്ടിമറിയും പിന്നീട് മുഹമ്മദ് യൂനിസിന്റെ പാവ സർക്കാർ അധികാരത്തിൽ വന്നതും അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങളുടെ ഇടപെടലാണ് എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സെന്റ് മാർട്ടിൻ ഐലൻഡിന്റെ മേൽ അമേരിക്കയുടെ കണ്ണുണ്ടായിരുന്നു എന്ന് ഹസീന തന്നെ മുൻപ് തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഹസീന പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നിടത്തോളം അത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയവർ തന്നെയാണ് ഈ അട്ടിമറിയുടെ പിന്നിലെന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കേണ്ടി വരും. അമേരിക്കയുടെ ബൈഡൻ സർക്കാരുമായി ചേർന്ന് തുടർന്നും ഈ അജണ്ടയുമായി മുന്നോട്ട് പോകാം എന്നും കരുതിയവർക്ക് അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വിജയവും ട്രംപിന്റെ തിരിച്ചുവരവും തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ഭാരതത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഇത്തരം ഗൂഢശക്തികളുടെ ഇടപെടൽ തുടങ്ങിയത് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ചെടുത്ത പൗരത്വ ബില്ലിനെതിരെയുള്ള സമരത്തോടുകൂടിയാണ്. പിന്നീട് നടന്ന കർഷക സമരം ഖാലിസ്ഥാനികൾ അടക്കമുള്ള ഭീകര പ്രസ്ഥാനങ്ങളുടെ കൈകളിലേക്ക് വഴുതി പോകുകയും അത് കലാപങ്ങളായി മാറുകയും ചെയ്തപ്പോഴും പുറകിൽ നിന്നും കൈയടിച്ചത് ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ കണ്ട UPA രണ്ടാം സർക്കാരിനെ നയിച്ച കോൺഗ്രസ് എന്ന പാർട്ടിയായിരുന്നു എന്നോർക്കണം. ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് സ്വാഭാവിക രീതി നഷ്ടപ്പെടുകയും കലാപങ്ങളുടെ രൂപത്തിലേക്ക് അത് പരിവർത്തനം ചെയ്യപ്പെടുകയും ഭരണത്തിനെ അട്ടിമറിക്കുവാനുള്ള ആഹ്വാനങ്ങളുമായി കലുഷിതമാകുകയും ചെയ്തപ്പോഴാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള അന്താരാഷ്ട്ര കരങ്ങളെക്കുറിച്ച് സംശയിച്ചു തുടങ്ങുന്നത്. അമിത്ഷായെയും മോദിയെയും BJPയെയും തേരാനാം ഇസ്ലാമോഫോബിയ എന്ന മുദ്രാവാക്യം മുഴക്കി സ്റ്റേജ് നിറഞ്ഞാടി ഇസ്ലാമിസ്റ്റുകളുടെ ഹർഷാരവും ഏറ്റുവാങ്ങിയ തട്ടമിട്ട താത്തക്കുട്ടിയും അന്വേഷണ ഏജൻസികളുടെ നോട്ടപ്പുള്ളിയായത് അങ്ങനെ തന്നെയാണ്. രാജ്യവിരുദ്ധ ശക്തികൾക്ക് കഴിഞ്ഞ 4-5 വർഷമായി രാജ്യത്തിൻ്റെ അകത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിർലോഭമായ സഹകരണത്തിന്റെ തുറന്ന ചോദ്യം ചെയ്യലാണ് അവസാനം BJP വക്താവ് സംബിത് പാത്രയുടെ നാവിൽ നിന്നും ഉയർന്നു കേട്ടത്. അമേരിക്കയിൽ ബില്യനെയറും ഡീപ് സ്റ്റേറ്റിന്റെ നിഴലുമായ ജോർജ് സോറസും ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായ രാഹുലും തമ്മിലുള്ള ബന്ധത്തെ ചോദ്യം ചെയ്ത സംബിത് പാത്രയുടെ ചോദ്യങ്ങൾ രാഹുലും കോൺഗ്രസും കേട്ടില്ല എന്ന് നടിക്കുകയായിരുന്നു. അധികാരത്തിന് വേണ്ടി എന്തും കാണിച്ചു കൂട്ടുന്നവർക്ക് രാജ്യത്തെ വിഭജിച്ചാലും ഇല്ല എങ്കിലും വലിയ നഷ്ടമൊന്നും ഉണ്ടാകാൻ ഇടയില്ല. അത് രാഹുലിന്റെ മുത്തച്ഛൻ തന്നെ കാണിച്ച് തന്നിട്ടുമുണ്ട്.